കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. പിന്നെയുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ക്രീപ്പ് ആണ്. ക്രീപ്പ് അപ്പൊ സ്ട്രെങ്ത് കൂടാതെയുള്ള പ്രോപ്പർട്ടീസ് ഡ്യൂറബിലിറ്റി ഉണ്ട്. അതായത് എത്ര നാൾ അതിന് വെതർ റെസിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് എത്ര നാൾ അതിന് നിൽക്കാനായിട്ട് പറ്റും എന്നുള്ളത്, കെമിക്കൽ ആക്ഷനെയും അല്ലെങ്കിൽ ഫയർ ആൻഡ് വിയറിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്ത് എത്ര നാൾ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഡ്യൂറബിലിറ്റി. പിന്നെ വാട്ടർ ഒന്നും കയറാതെ എത്ര നാൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇംപെർമിയബിലിറ്റി എന്ന് പറയുന്നത്. വാട്ടർ ഒക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയേഷൻ ഒക്കെ. ഷ്രിങ്കേജ് ആണ് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് കുറച്ചൊന്ന് ഷ്രിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം സിമെന്റിന് ഷ്രിങ്കിങ്ങിന്റെ ഒരു ഇത് കാണിക്കാറുണ്ട്. അപ്പൊ ഷ്രിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രോപ്പറായിട്ട് ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ക്യൂറിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. പിന്നെ ക്രീപ്പ്. ക്രീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഡിപ്പെൻഡന്റ് ഇലോങ്ങേഷൻ ഓഫ് ദി സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലോഡ് വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ടൈം ഡിപ്പെൻഡന്റ് ഇലോങ്ങേഷനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടൈം ഡിപ്പെൻഡന്റ് ഇലോങ്ങേഷൻ ഓഫ് ദി സ്ട്രക്ചർ അണ്ടർ എക്സ്റ്റേണൽ ലോഡ്. ലോഡ് വരുമ്പം കുറെ നാൾ ലോഡ് നിന്ന് കഴിയുമ്പം വരുന്ന ആ ഒരു ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എലോങ്ങേഷനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഫയർ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡെൻസിറ്റി പറയുമ്പം റിവർ സാൻഡ് ആണോ ഗ്രാവൽ ആണോ എന്നൊക്കെയുള്ള അനുസരിച്ചിട്ട് വേരിയേഷൻ വരും. ഏകദേശം 22 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് മുതൽ 23.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് വരെയൊക്കെയാണ് അതിന്റെ ഡെൻസിറ്റി പറയുന്നത്. 22 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് മുതൽ 23.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് വരെയൊക്കെയാണ് അതിന്റെ ഡെൻസിറ്റി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പെർമിയബിലിറ്റി എങ്ങനെയാണ്, തെർമൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, വിയർ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, അതൊക്കെയാണ് അതിന്റെ ഹാർഡൻഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും അത്രയൊക്കെയാണ് അതിൻ്റെ അകത്തെ കോൺക്രീറ്റിന്റെ പോർഷനിൽ നിന്ന് മെയിൻ ആയിട്ടും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഹാർഡൻഡ് കോൺക്രീറ്റിന്റെ ടെസ്റ്റുകൾ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഒന്ന് കോൺക്രീറ്റ് ക്യൂബ് വെച്ചിട്ട് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതാണ്. കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ക്യൂബ് 15x15x15 സൈഡ്സ് ഉള്ള കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് 15x15x15 സെന്റിമീറ്റർ സൈഡ്സ് ഉള്ള 15x15x15 സെന്റിമീറ്റർ സൈഡ്സ് ഉള്ള ക്യൂബുകൾ നമ്മൾ ഉണ്ടാക്കും. അത് നമുക്ക് വേണ്ട റിക്വയർഡ് പ്രൊപ്പോർഷനിലുള്ള കോൺക്രീറ്റ് എല്ലാം എടുത്തിട്ട് 3 ലെയർ ഈ ക്യൂബ് മൗൾഡ് അസംബിൾ ചെയ്യുന്നു. അതിന് നല്ലതായിട്ട് ഓയിൽ ചെയ്യുന്നു. 3 ലെയറായി കോൺക്രീറ്റ് ഫിൽ ചെയ്യുന്നു. ഓരോ ലെയർ 25 ടൈംസ് ടാമ്പ് ചെയ്യുന്നു. സർഫസ് ലെവൽ ചെയ്യുന്നു. അതിനുശേഷം ഒരു ദിവസം മൗൾഡിൽ തന്നെ കോൺക്രീറ്റ് വെച്ചേക്കും. പിറ്റേ ദിവസം അൺമൗൾഡ് ചെയ്ത് വെള്ളത്തിയിട്ട് ക്യൂറിങ്ങിന് വെച്ചേക്കും. എന്നിട്ട് 7 ഡേയ്സ് കഴിഞ്ഞിട്ടും 28 ഡേയ്സ് കഴിഞ്ഞിട്ടും ഒക്കെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അത് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ, ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്, കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട്. ആ മെഷീനിലേക്ക് കൊണ്ടുവച്ചിട്ട് ലോഡ് അപ്ലൈ ചെയ്യും. ഏത് ലോഡിലാണ് ആ ക്യൂബ് ബ്രേക്ക് ആവുന്നത് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യും. ആ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോഡ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് എത്ര എന്നുള്ളത് കിട്ടും. ക്യൂബ് മൗൾഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 15 സെന്റിമീറ്റർ ബൈ 15 സെന്റിമീറ്റർ ബൈ 15 സെന്റിമീറ്റർ ഉള്ള മൗൾഡുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബീം കാസ്റ്റ് ചെയ്തിട്ട് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ടെൻഷൻ നോക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ കോൺക്രീറ്റിന്റെ പോർഷനിൽ മെയിൻ ആയിട്ടും ഇത്രയൊക്കെയാണ് ചോദിച്ചു കാണാറ്. ആ മിക്സ് പ്രൊപ്പോർഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക, അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വർക്കബിലിറ്റി എന്താണ്, സെഗ്രിഗേഷൻ എന്താണ്, ബ്ലീഡിങ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത നമ്മുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബ്രിക്കിന്റെ പോർഷൻ ആണ്. അത് ചോദിച്ച് കാണാറുള്ള ഒരു പോർഷൻ ആണ് ബ്രിക്കിന്റെ പോർഷൻ. അതുപോലെ തന്നെ അഗ്രിഗേറ്റ്സിന്റെ പോർഷനും ഉണ്ട്. അതിൽ നമുക്ക് ബ്രിക്കിന്റെ പോർഷൻ ഒന്ന് നോക്കിയിട്ട് അഗ്രിഗേറ്റ്സിന്റെ പോർഷൻ നോക്കാം. ബ്രിക്കിന്റെ പോർഷൻ നോക്കുമ്പം അതിൽ മെയിൻ ആയിട്ടും വരുന്നത് ബ്രിക്കിന്റെ കുറച്ച് ടേംസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഈ കോൺക്രീറ്റിന്റെ എടുത്തതിൽ വല്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എടുത്ത പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ?
എടുത്ത പോർഷൻസിൽ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് എടുത്തു പോയത്. ഇല്ല, ഓക്കെ. അപ്പൊ അടുത്തത് നമുക്ക് ബ്രിക്കിന്റെ പോർഷൻ ആണ്. അപ്പൊ ബ്രിക്കിന്റെ പോർഷൻ നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഒരു PPT ഉണ്ട്, നോക്കട്ടെ. PPT കാണാവോ? PPT കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഉണ്ട്, ഓക്കെ. അപ്പം കോൺസ്റ്റിറ്റ്യുവൻസി ഏതൊക്കെയാണ്, അതായത് ഒരു ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രിക്കത്തിന് കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്, ബ്രിക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ വരുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. സിലിക്ക ഏകദേശം 50 to 60% സിലിക്കയാണ്. അത് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ക്രാക്കിങ്ങോ അല്ലെങ്കിൽ ഷ്രിങ്കിങ്ങോ വാർപ്പിങ്ങോ ഒന്നും ഇല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു യൂണിഫോം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബ്രിക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. 50 to 60% ആണ് സിലിക്ക വരുന്നത്. എന്നോർത്ത് ഒത്തിരി കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രിക്ക് പൊട്ടിപ്പോവും, ബ്രിട്ടിൽ ബ്രിക്കായി പോകും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പക്ഷെ അറിയപ്പെടുന്നത് അലുമിനിയം. കൂടുതലുള്ള ഇൻഗ്രീഡിയന്റ് സിലിക്ക തന്നെയാണ്, 50 to 60%. പക്ഷെ ബ്രിക്കിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്നറിയപ്പെടുന്നത് അലുമിന ആണ്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം, പല ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഏതാന്നുള്ളത്. ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അലുമിന ആണ്. അലുമിന പക്ഷെ 20 to 30% ആണ് അലുമിന കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അത് ബ്രിക്കർത്തിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നതാണ്. അതായത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മൗൾഡ് ചെയ്യാൻ പാകത്തിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് അലുമിന എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ചെയ്യുന്ന സമയത്തും ബേൺ ചെയ്യുന്ന സമയത്തും ഷ്രിങ്കിങ്ങിനും വാർപ്പിങ്ങിനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. ഇനി ഇത് കൂടാതെ ലൈം ഉണ്ട്. ലൈം 5% കുറവാണ്. ലൈം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ് ഒക്കെ മെൽറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ, ക്ലേനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രെയിൻസ് ഓഫ് സാൻഡിനെ മെൽറ്റ് ചെയ്ത് ക്ലേ പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രിക്സ് ഷ്രിങ്ക് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്നതും ലൈമാണ്. പക്ഷെ ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു ഓൾറെഡി സാൻഡ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് അത് പറഞ്ഞു. ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് മെൽറ്റ് ആയി പോകും, ഷേപ്പ് ഒന്നും ഇല്ലാത്ത ബ്രിക്ക് ആയി പോകും. ഇനി അതുപോലെ തന്നെ അയൺ ഓക്സൈഡ് ഉണ്ട്. അത് ഏകദേശം 5 to 6% ആണ്. അതൊരു ഫ്ലക്സ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതാണ്. ഗ്രെയിൻസ് ഓഫ് സാൻഡ് മെൽറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റെഡ് കളർ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്, ബ്രിക്കിന് ആ ഒരു കളർ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് അയൺ ഓക്സൈഡ് ആണ്. ഇനി ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ബ്രിക്ക് ആയി പോകും. അതുപോലെ തന്നെ മഗ്നീഷ്യ 2% കുറവും മതി, ഒരു യെല്ലോ കളർ കൊടുക്കാനും അതുപോലെ തന്നെ ഷ്രിങ്കേജ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് കൂടി കഴിഞ്ഞാൽ ബ്രിക്ക് ഡിക്കേ ആയി പോകും. അപ്പം ഈ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണ്, അതിന്റെ പെർസെൻറ്റേജ് എന്താണ്, പിന്നെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലൊക്കെ ചോദിക്കുമ്പം ഇതിപ്പോ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ പോലെയാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കാണുന്നത്. അതായത് ഈ കോൺസ്റ്റിറ്റ്യുവൻസും തരും, അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസും തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇപ്പോഴത്തെ ഗ്രേഡ് 1 ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ചോദിക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോട്ട് ഒന്ന് വായിച്ചു വെച്ചേക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ പെർസെൻറ്റേജ് പഠിച്ചു വെക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
അത് ആ സിമെന്റിന്റെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അതിന്റെ പെർസെന്റേജുകൾ പഠിച്ചു വെക്കണം. അതുപോലെ ബ്രിക്കിന്റെ അലുമിനയുടെ ഒക്കെ കേസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അലുമിന ചീഫ് ഇൻഗ്രീഡിയന്റ് അലുമിനയാണ്. പക്ഷെ കൂടുതലുള്ള ഇൻഗ്രീഡിയന്റ് സിലിക്കയാണ്. പക്ഷെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്നറിയപ്പെടുന്ന അലുമിനയാണ്. കാരണം അതാണ് പ്ലാസ്റ്റിസിറ്റി ബ്രിക്കർത്തിന് കൊടുക്കുന്നത്. നമുക്ക് ഈസി ആയിട്ടുള്ള ഷേപ്പിലേക്ക് മൗൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് കൊടുക്കുന്നത് അലുമിനി ആയതുകൊണ്ടാണ് അതിനെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൗൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രിക്ക് മൗൾഡ് ചെയ്യാൻ വേണ്ട മൗൾഡ് എന്ന് പറയുന്നതിന്റെ സൈസ് കുറച്ച്, അതായത് കറക്റ്റ് നമ്മൾ ബ്രിക്കിന് വേണ്ട അതേ സൈസിൽ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഷ്രിങ്കേജ് ഒക്കെ വരും. നമ്മൾ അത് ബേൺ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് വാട്ടർ ഒക്കെ വാപ്പറേറ്റ് ചെയ്തൊക്കെ പോയി കഴിയുമ്പം ചെറിയ ഷ്രിങ്കേജ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ മൗൾഡ് എടുക്കുമ്പോൾ മൗൾഡിന്റെ സൈസ് നമുക്ക് വേണ്ട ബ്രിക്കിന്റെ സൈസിനേക്കാളും ഒരു 8 to 12% കൂടുതലായിരിക്കണം. ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ട മൗൾഡ് ഇല്ലേ, മൗൾഡ് സെറ്റ് ചെയ്താലേ നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രിക്ക് മൗൾഡിന്റെ സൈസ് എന്ന് പറയുന്നത് 8 to 12%. നമുക്ക് വേണ്ട ബ്രിക്കിന്റെ സൈസ് എത്രയാണോ അതിനേക്കാളും ഒരു 8 to 12% കൂടുതലായിരിക്കണം മൗൾഡിന്റെ സൈസ് എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റൻസ് നോട്ട് ഡൗൺ ചെയ്തോ? കോൺസ്റ്റൻസ് നോട്ട് ഡൗൺ ചെയ്തോ? നോട്ട് ഡൗൺ ചെയ്തോ? ഞാൻ മാറ്റിക്കോട്ടെ, സ്ലൈഡ് മാറ്റിക്കോട്ടെ? ചെയ്തു. അപ്പൊ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ബ്രിക്കിന്റെ ക്വാളിറ്റി ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇടയ്ക്ക് ചോദിച്ച് കാണുന്നതാണ് അതിന്റെ വാല്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഏതൊക്കെയാന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പൊ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഒരു ബ്രിക്ക് എടുക്കുക, ബ്രിക്ക് എടുത്തിട്ട് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഏത് ലോഡിലാണ് അത് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കും. ലോഡ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് കിട്ടും. ലോഡ് ബൈ സർഫസ് ഏരിയ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് എത്രയാന്ന് കിട്ടും. അപ്പം പക്ഷെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 3.5 Newton/mm² എങ്കിലും സ്ട്രെങ്ത് വേണം. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ബ്രിക്കിനെ സംബന്ധിച്ച് 3.5 Newton/mm² എങ്കിലും സ്ട്രെങ്ത് വേണം. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ബ്രിക്കിന് 3.5 Newton/mm² എങ്കിലും വേണം. സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ 7 to 14 Newton/mm² വരെ സ്ട്രെങ്ത് കാണും. സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ബ്രിക്ക് ആണെങ്കിൽ 7 to 14 Newton/mm² എങ്കിലും സ്ട്രെങ്ത് കാണും. ഇനി അടുത്തെന്ന് പറയുന്നത് അപ്പൊ വാല്യൂസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കുക. മിനിമം സ്ട്രെങ്ത് 3.5 Newton/mm² എങ്കിലും വേണം. സുപ്പീരിയർ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ 7 to 14 Newton/mm² ആണ് സ്ട്രെങ്ത് പറയുന്നത്. ഇനി പല ടൈപ്പ് ബ്രിക്കുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഓരോ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന കോപ്പിംഗ് ബ്രിക്സ്, ചാനൽ ബ്രിക്സ്, ഹോളോ ബ്രിക്സ്, പെർഫറേറ്റഡ് ബ്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രിക്കുകളൊക്കെ ഉണ്ട്. അതിൽ ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് പെർഫറേറ്റഡ് ബ്രിക്സ്. അതായത് സർഫസിൽ കുറച്ച് പെർഫറേഷൻസും കൂടി, ചെറിയ ചെറിയ ഹോൾസ് പോലെ സിലിണ്ടറിക്കലായിട്ടുള്ള ഹോൾസ് കൂടി കൊടുത്തിട്ടുള്ള ബ്രിക്സാ. അപ്പൊ അങ്ങനെയുള്ള ബ്രിക്സിന് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7 Newton/mm² എങ്കിലും വേണം. പെർഫറേറ്റഡ് ബ്രിക്സിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് 7 Newton/mm² കുറയാൻ പാടില്ല. അത് നമ്മൾ ഈ തെർമൽ ഇൻസുലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒക്കെ കൊടുക്കുന്നതാണ് പെർഫറേറ്റഡ് ബ്രിക്സ് ഒക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് ആണ്. വാട്ടർ അബ്സോർബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രിക്ക് എടുത്തിട്ട് 24 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് നോക്കും. എന്നിട്ട് എന്തോരാണ് വാട്ടർ അബ്സോർബർ, അത് 24 മണിക്കൂർ വെള്ളത്തിൽ എടുത്ത് എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഡിഫറൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരാണ് വാട്ടർ അബ്സോർബർ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 20% കൂടാൻ പാടില്ല. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ 20% കൂടാൻ പാടില്ല.
സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 22% കൂടാൻ പാടില്ല. വാട്ടർ അബ്സോർഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം വാട്ടർ അബ്സോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 20% കൂടാൻ പാടില്ല. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 22% കൂടാൻ പാടില്ല. പിന്നെ തേർഡ് ക്ലാസ്സിന് 25 ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിന് 20, സെക്കൻഡ് ക്ലാസ് 22 വരെ ആകാം. തേർഡ് ക്ലാസ് ആണെങ്കിൽ 25, അതിൽ കൂടാൻ പാടില്ല. ഇനി അടുത്ത ടെസ്റ്റ് എഫ്ലോറസെൻസ് ടെസ്റ്റ് ആണ്. എഫ്ലോറസെൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കലീസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ്ലോറസെൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എഫ്ലോറസെൻസ് ടെസ്റ്റ് ചെയ്യുന്നത് ബ്രിക്സിൽ ആൽക്കലീസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് എഫ്ലോറസെൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ചെയ്യുന്ന എത്ര ഉള്ളൂ, നമ്മൾ 24 hours വാട്ടറിൽ ഡിപ്പ് ചെയ്ത് നോക്കും. എന്നിട്ട് അത് ഒരു ഷെയ്ഡിൽ എടുത്തു വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് ടൈം അലൗ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പൊ അങ്ങനെ ഷെയ്ഡിൽ ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ സർഫസിൽ വൈറ്റിഷ് ആയിട്ടുള്ള പൊടി പോലെ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കലീസ് പ്രസന്റ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ വഴി മാത്രമാണ് ഏകദേശം എന്തോരം ഏരിയ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട്. ഇപ്പൊ 10% വരെയൊക്കെയാണ് കവർ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേഞ്ച് ആണ്. ഏകദേശം 50% ഏരിയ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര നല്ല ബ്രിക്ക് അല്ല, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് അറ്റാക്ക് ഉള്ള ബ്രിക്കാണ്. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, അതൊരു ഒബ്സർവേഷൻ വഴിയുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആൽക്കലി പ്രസൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് എഫ്ലോറസെൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു ബ്രിക്ക് എടുത്തിട്ട് നമ്മുടെ നെയിൽ വെച്ചിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കും. അപ്പൊ നല്ല ബ്രിക്ക് ആണെങ്കിൽ അങ്ങനെ ഇംപ്രഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ സൈസ്, ഷേപ്പ് ആൻഡ് കളർ ടെസ്റ്റ് ആണ്. സൈസ്, ഷേപ്പ് ആൻഡ് കളർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 20 ബ്രിക്ക് എടുത്തിട്ട് സ്റ്റാൻഡേർഡ് സൈസ് ഉള്ള ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ ഒന്ന് നോക്കും, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള കളർ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അതിന് നമ്മൾ ലെന്ത് വൈസും വിഡ്ത് വൈസും എല്ലാം സ്റ്റാക്ക് ചെയ്ത് നോക്കും, അറേഞ്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡ് സൈസ് 19x9x9 സെന്റിമീറ്റർ സൈഡ്സ് ഉള്ള ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലെന്ത് ലിമിറ്റ് കോഡിൽ പറയുന്നുണ്ട് 36802 to 3920 mm റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രിക്ക് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വിഡ്ത് വൈസ് സ്റ്റാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 17402 to 1860 mm റേഞ്ചിലാണോ വരുന്നത് എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കുവാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ കൂട്ടിമുട്ടിച്ച് നോക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു ക്ലിയർ റിംഗിങ് സൗണ്ട് കേൾക്കണം. ടെസ്റ്റ് നമ്മൾ ജസ്റ്റ് ബ്രിക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ അകത്ത് ക്രാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കംപ്രസീവ് സ്ട്രെങ്തിന്റെ വാല്യൂസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എഫ്ലോറസെൻസ് ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ടർ അബ്സോർഷൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 20% വാട്ടർ അബ്സോർഷൻ കൂടാൻ പാടില്ല. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 22% കൂടാൻ പാടില്ല. തേർഡ് ക്ലാസ് ആണെങ്കിൽ 25% കൂടാൻ പാടില്ല. ഇനി കുറച്ച് ടേംസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒന്ന് രണ്ട് ടേംസ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാന്നുള്ളത്. അതിനു മുമ്പ് ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 19x9x9 സെന്റിമീറ്റർ ആണ്. 19x9x9 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ 19 സെന്റിമീറ്റർ ഇൻറ്റു 9 സെന്റിമീറ്റർ ഇൻറ്റു 9 സെന്റിമീറ്റർ. ഇനി ആ സ്റ്റാൻഡേർഡ് ബ്രിക്കിനെ മോഡുലാർ ബ്രിക്ക് എന്നും പറയാറുണ്ട്. സ്റ്റാൻഡേർഡ് ബ്രിക്കിനെ മോഡുലാർ ബ്രിക്ക് എന്നും പറയാറുണ്ട്. സ്റ്റാൻഡേർഡ് ബ്രിക്കിനെ മോഡുലാർ ബ്രിക്ക് എന്നും പറയാറുണ്ട്. ഇനി അടുത്തത് നോമിനൽ സൈസ് ആണ്. നോമിനൽ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ബ്രിക്കിലേക്ക്, അതായത് ബ്രിക്ക് തന്നെ അടുക്കി വെച്ചിട്ട് നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. അതിൽ മോർട്ടാറും കൂടി പ്ലേസ് ചെയ്യണം, അല്ലെ? സിമെന്റും സാൻഡും കൂടിയുള്ള മിക്സിനെയാണ് മോർട്ടാർ എന്ന് പറയുന്നത്. അപ്പൊ മോർട്ടാറും കൂടി ഇട്ടാലല്ലേ അതിന് ബൈൻഡിങ് കിട്ടത്തുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഒരു ബോണ്ടിങ് കിട്ടത്തുള്ളൂ. അപ്പൊ ആ മോർട്ടാറും കൂടി വരുമ്പോൾ ഉള്ള തിക്നെസ്സിനെയാണ് നമ്മൾ നോമിനൽ സൈസ് എന്ന് പറയുന്നത്. നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20x10x10 സെന്റിമീറ്റർ ആണ്. 20x10x10 സെന്റിമീറ്റർ ആണ് നോമിനൽ സൈസ് എന്ന് പറയുന്നത്. അതായത് ബ്രിക്കിന്റെ കൂടെ മോർട്ടാറും കൂടി വരുന്ന തിക്നെസ്. അതുപോലെ ബ്രിക്കിന്റെ ആവറേജ് വെയിറ്റ് വരുന്നത് 3 to 3.5 കിലോഗ്രാം ആണ്. ആവറേജ് വെയിറ്റ് 3 to 3.5 കിലോഗ്രാം ആണ്.
അതുപോലെ ഒരു ദിവസം നമുക്ക് ബ്രിക്ക് മേസൺറിയിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്, 1.5 മീറ്റർ ആണ്, 1.5 മീറ്റർ. ഇനി ഇതിനകത്ത് കുറച്ച് ടേംസ് ആണ് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി ടേംസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ടേംസ് എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ ഒരു ഫുൾ ബ്രിക്ക് കാണിച്ചിട്ടുണ്ട്, ഒരു ഫുൾ ബ്രിക്ക് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഈ ഒരു ചെറിയ ഫേസ്, അതായത് ഈ 9x9 സെന്റിമീറ്റർ സൈഡ് വരുന്ന ആ ഒരു ചെറിയ ഫേസ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം. അതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. ഈ ചെറിയ ഫേസ് സൈഡിൽ കാണുന്ന ആ ഒരു റെക്ടാങ്കുലർ പീസിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. ആ വലിയ ഫേസിനെ, നീണ്ടിരിക്കുന്ന ഫേസ് 19x9 സെന്റിമീറ്റർ സൈഡ് വരുന്നതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെഡറും സ്ട്രക്ചർ. സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ട്രക്ചർ എന്നും ആ ചെറിയ ഫേസ് വരുന്നതിനെ 9x9 സെന്റിമീറ്റർ വരുന്നതിനെ ഹെഡർ എന്നും പറയും. പിന്നെ വരുന്നത് ഒരു കംപ്ലീറ്റ് ലെയർ ഓഫ് ബ്രിക്സ് നമ്മൾ വെക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരു സെയിം ലെവലിൽ തന്നെ കുറച്ച് ബ്രിക്കുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത്, ഇപ്പൊ ഒരു ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രിക്സിനെ ഒരേ ലെവലിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ കോഴ്സ് എന്നാണ് പറയുന്നത്. ഒരേ ലെയർ ഓഫ് ബ്രിക്ക് അറേഞ്ച് ചെയ്ത് ഒരു സെയിം ബെഡിൽ തന്നെ ബ്രിക്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിനെ കോഴ്സ് എന്ന് പറയും. കംപ്ലീറ്റ് ലെയർ ഓഫ് ബ്രിക്സ് ലേഡ് ഓൺ സെയിം ബെഡ്. കംപ്ലീറ്റ് ലെയർ ഓഫ് ബ്രിക്സ് ലേഡ് ഓൺ സെയിം ബെഡ്, അതിനെയാണ് കോഴ്സ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ലെയർ ഓഫ് ബ്രിക്ക് ലേഡ് ഓൺ സെയിം ബെഡ്. സെയിം ബെഡിൽ തന്നെ വെക്കുന്ന ഒരു കംപ്ലീറ്റ് ലെയർ ഓഫ് ബ്രിക്കിനെ നമ്മൾ കോഴ്സ് എന്ന് പറയും. അപ്പൊ ബ്രിക്കും ഒരു മോർട്ടാർ ജോയിന്റിന്റെ തിക്നെസ്സും കൂടി വരുന്നതാണ് കോഴ്സിന്റെ തിക്നെസ് എന്നൊക്കെ പറയുന്നത്. ഇനി ബ്രിക്കിൽ വരുന്ന ഒരു ടേം ആണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രിക്കിന്റെ ഫേസിലായിട്ട് ചെറിയ ചെറിയ ഡിപ്രഷൻസ് കൊടുക്കും. ബ്രിക്കിന്റെ ടോപ്പ് ഫേസിലായിട്ട് ചെറിയ ചെറിയ ഡിപ്രഷൻസ് കൊടുക്കും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഒരു ലെയർ ബ്രിക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ മോർട്ടാർ വെക്കും, എന്നിട്ടാണ് അടുത്ത ലെയർ ബ്രിക്ക് വെക്കുന്നത്. അപ്പൊ ഈ രണ്ട് ലെയറിലുള്ള ബ്രിക്കുകൾ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങി പോവാതെ പ്രോപ്പർ ആയിട്ടൊരു ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ഡിപ്രഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഡിപ്രഷൻസിലേക്കും കൂടെ ഈ മോർട്ടാർ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് മുകളിലിരിക്കുന്ന ബ്രിക്ക് ലെയറിന് തെന്നിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കീ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോർട്ടാറുമായിട്ടൊരു കീ ഫോം ചെയ്ത് ബ്രിക്സിന്റെ സ്ലൈഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രിക്സിൽ ചെറിയ ഡിപ്രഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യും. ചെറിയ ഡിപ്രഷൻസ് കൊടുക്കുമ്പോൾ അത്രയും പോർഷനിലെ ബ്രിക്ക് പോയില്ലേ, അപ്പൊ അവിടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഫോഗ് എന്ന് പറയുന്നത് ബ്രിക്കിന്റെ ടോപ്പ് ഫേസിലായിട്ട് കൊടുക്കുന്ന ചെറിയ ഡിപ്രഷൻസിനെയാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കീ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, മോർട്ടാറുമായിട്ട് ഒരു കീ ഫോം ചെയ്ത് ബ്രിക്സ് സ്ലൈഡ് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്രോഗ്സ് എന്ന് പറയുന്നത്. ഇനി ബ്രിക്കിന്റെ ബോട്ടം സർഫസിനെ ഫ്ലാറ്റ് ആയിട്ട് വെക്കുമ്പം ബ്രിക്കിന്റെ ബോട്ടം സർഫസിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ബാറ്റ് ആണ്. ബാറ്റ് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രിക്കിനെ വിത്ത് വൈസ് കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ അതിന്റെ പകുതി വിത്ത് വൈസ് പകുതിയായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ബാറ്റ്, ഹാഫ് ബാറ്റ് എന്ന് പറയുന്നത്. ഇനി പകുതിയായിട്ടും കട്ട് ചെയ്യാം, മുക്കാല് വെച്ചിട്ടും കട്ട് ചെയ്യാം. അപ്പൊ അതിന് ഹാഫ് ബാറ്റ് എന്നോ 3/4 ബാറ്റ് എന്നോ പറയാം. അപ്പൊ ബാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിക്കിനെ വിത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ, ബ്രിക്ക് കട്ട് അക്രോസ് ദി വിത്ത് ഓഫ് ദി ബ്രിക്കിനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നത്. വിത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ആ പോർഷൻ ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നത്. ഈ ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. ബാറ്റ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ബാറ്റ് എന്താ, ക്ലോസർ എന്താന്നൊക്കെ ഉള്ളത് കേട്ടോ. ബാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിക്കിനെ വിത്ത് വൈസ് കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, വിത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന പോർഷനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നത്. ഹാഫ് ബാറ്റും ഉണ്ട്, 3/4 ബാറ്റും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി
അടുത്തെന്ന് പറയുന്നത് ക്ലോസർ ആണ്. ക്ലോസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് നമ്മൾ ഒരു ഫേസ് കട്ട് ചെയ്യാതെ, ഒരു സ്ട്രെച്ചർ ഫേസ് അല്ലെങ്കിൽ ഒരു ലോങ് ഫേസ് കട്ട് ചെയ്യാതെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ബ്രിക്കിനെ കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ക്ലോസർ എന്ന് പറയുന്നത്. ഇവിടെ ക്യൂൻ ക്ലോസർ കാണിച്ചിട്ടുണ്ട്. ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ്, ഫുൾ ബ്രിക്കിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുക. അപ്പൊ ഹാഫ് ബ്രിക്ക് കട്ട് ലോഞ്ചിറ്റ്യൂഡിനലി, അതാണ് നമ്മൾ ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ഒരു ബ്രിക്ക് എടുത്തിട്ട് ലെന്ത് വൈസ് ഹാഫ് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ അതിനെയാണ് ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ബ്രിക്കിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കട്ട് ചെയ്ത് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ക്യൂൻ ക്ലോസർ എന്ന് പറയും. ബ്രിക്ക് കട്ട് ലോഞ്ചിറ്റ്യൂഡിനലി വിത്ത് ബ്രിക്ക് കട്ട് ഹാഫ് ബ്രിക്ക് കട്ട് ലോഞ്ചിറ്റ്യൂഡിനലി, അതാണ് ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കിങ് ക്ലോസർ ആണ്. കിങ് ക്ലോസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രയാങ്കുലർ പോർഷൻ, അതായത് ഹെഡറിന്റെ ഹാഫും ഈ ഒരു സൈഡിലെ സ്ട്രക്ചറിന്റെ ഹാഫും കൂടി സെന്റർ വരെയുള്ള ആ ഒരു ഹാഫ് നമ്മൾ ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ കിട്ടുന്നതാണ് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് കളയുവാണ് ബ്രിക്കിന്റെ അകത്തുനിന്ന്. അപ്പൊ അവിടെ എന്താണ്? ഹാഫ് ഹെഡറും ഹാഫ് സ്ട്രക്ചറും ആണ് കട്ട് ചെയ്ത് കളയുന്നത്. അന്നേരം അതിനെ പറയുന്നത് കിങ് ക്ലോസർ എന്നാണ്. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ അതിനെ കിങ് ക്ലോസർ എന്ന് പറയും. ട്രയാങ്കുലർ പോർഷൻ എങ്ങനെയാ കട്ട് ചെയ്തേക്കുന്നത്? ഹാഫ് ഹെഡറും ഹാഫ് സ്ട്രക്ചറും ആണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അതിനെ കിങ് ക്ലോസർ എന്ന് പറയും. ഇനി ഈ ഹാഫ് സ്ട്രക്ചറിന് പകരം ഫുൾ സ്ട്രക്ചർ, അതായത് ഹെഡറിന്റെ ആ പകുതിയിൽ നിന്ന് ഇങ്ങേ എഡ്ജ് വരെയാണ് കട്ട് ചെയ്ത് കളയുന്നതെങ്കിൽ അതിനെ ബിബിൾഡ് ക്ലോസർ എന്ന് പറയും. ഹാഫ് സ്ട്രക്ചറും ഹാഫ് ഹെഡറും ആയിരുന്നു ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞു കിങ് ക്ലോസറിൽ. ഇനി ഹാഫ് ഹെഡർ മുതൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഈ ഒരു മൂലയിൽ ഒരു എഡ്ജ് വരെ കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ബിബിൾഡ് ക്ലോസർ എന്ന് പറയുന്നത്. വിത്തിന്റെ ഹാഫും ഫുൾ ലെന്തും കട്ട് ചെയ്ത് കളയുന്നു, അതാണ് ബിബിൾഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ കട്ട് ചെയ്യുന്നത്, ഈ ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്യുന്നത് ഹെഡറിന്റെ അങ്ങേ മൂലക്കേന്ന് ഒരു 30 to 40 ഡിഗ്രി ആംഗിളിലൊക്കെ ആണ്, 45 to 60 ഡിഗ്രി ആംഗിളിലൊക്കെ ആണെങ്കിൽ അതിനെ മിഡ്റഡ് ക്ലോസർ എന്നും പറയാറുണ്ട്. കിങ് ക്ലോസറിന് ഹെഡറിന്റെ പകുതിയിൽ നിന്നല്ലേ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ അതിന് പകരം ഇങ്ങേ മൂലക്കയിൽ നിന്ന് ആ ഹെഡർ മൊത്തത്തിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രയാങ്കുലർ പോർഷൻ ഒരു 45 to 60 ഡിഗ്രി കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ മിഡ്റഡ് ക്ലോസർ എന്ന് പറയാറുണ്ട്. ഇവിടെ ഫ്രോഗ് കാണിച്ചിട്ടുണ്ട്. ഹെഡർ ഫേസ് ഏതാണ്, സ്ട്രക്ചർ ഫേസ് ഏതാണെന്ന് പറയാറുണ്ട്. പിന്നെ ഈ ഒരു എഡ്ജ് പോർഷൻ വരുന്നതിനെ ഏരീസ് എന്നാണ് പറയാറ്. ഈ എഡ്ജ് വരുന്ന മീറ്റിംഗിന്റെ സ്ട്രക്ചറും ഹെഡറും കൂടെ ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു എഡ്ജ് ഫേസ് വരുന്നില്ലേ, അതിനെ ഏരീസ് എന്നാണ് പറയാറ്. ഇനി ഒന്ന് രണ്ട് ടേംസും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഈ പറഞ്ഞ ടേംസ് ഒക്കെ ഓക്കെ ആണോ? അതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്താണ് ക്യൂൻ ക്ലോസർ, എന്താണ് ബാറ്റ് എന്നൊക്കെ ഉള്ളത്, എന്താണ് കിങ് ക്ലോസർ, അതൊക്കെ ചോദിക്കാറുള്ളതാണ്. ബാറ്റ് വിത്ത് വൈസ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ 3/4 ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ബാറ്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ഹാഫ് ബ്രിക്ക് കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ക്യൂൻ ക്ലോസർ എന്ന് പറയും. ഇനി ഹാഫ് ഹെഡറും ഹാഫ് സ്ട്രക്ചറും ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ കിങ് ക്ലോസർ ആണ്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്ക്, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇപ്പൊ നമ്മള് ക്യൂൻ ക്ലോസറിൽ പറഞ്ഞു ഹാഫ് ആയിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി ഹാഫ് ആയിട്ട് മൊത്തം കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ പകുതി മാത്രമേ ഉള്ളെങ്കിൽ, അതായത് മൊത്തത്തിൽ കട്ട് ചെയ്തതിന്റെ പകുതി മാത്രമേ ഉള്ളെങ്കിൽ ഹാഫ് ക്യൂൻ ക്ലോസർ എന്ന് പറയാറുണ്ട്. ഇനി അടുത്ത ഒന്ന് രണ്ട് ടേംസ് എന്ന് പറയുമ്പോൾ ബ്രിക്ക് മേസൺട്രിയിലേക്ക് വരുന്നതാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് കാണാം, ആദ്യം ഒരു ഹെഡർ ഫേസ് വെച്ചിട്ടുണ്ട്, അതായത് ഹെഡർ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആദ്യത്തെ കോഴ്സ്. പിന്നെ അടുത്ത കോഴ്സ് നോക്കുമ്പോൾ സ്ട്രക്ചർ ഫേസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ കോഴ്സുകളാക്കി വെച്ചിരിക്കുവാണ്. അപ്പൊ ഈ രണ്ട് അടുത്തടുത്ത കോഴ്സുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ബ്ലാക്ക് ലൈൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, വെർട്ടിക്കലായിട്ട് കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് അതിന്റെ ആ വെർട്ടിക്കൽ ജോയിന്റുകളാണ്.
രണ്ട് അഡ്ജസന്റ് കോഴ്സുകളിലെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരുന്ന രീതിയിലല്ല നമ്മൾ മേസൺറി ചെയ്തേക്കുന്നത്. മേസൺറി ചെയ്യുമ്പോൾ എപ്പോഴും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സുകളിലെ വെർട്ടിക്കൽ ലൈനുകൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതാണ് നല്ല മേസൺറി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ ലൈനിൽ കൂടെ തന്നെ വെർട്ടിക്കൽ ജോയിന്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ അതിൽ കൂടി വീക്കായി പെട്ടെന്ന് സ്ട്രക്ചർ എന്താ ഇത് പോവാനുള്ള ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്, ഫ്രാക്ചർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓൾട്ടർനേറ്റ് കോഴ്സുകളിലെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ രീതിയിൽ വരുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ മേസൺറി ചെയ്യുന്നത്. ആദ്യം ഇവിടുത്തെ ആദ്യത്തെ ഒരു ഹെഡർ കോഴ്സ് ആണ് മൊത്തം കാണിച്ചിരിക്കുന്നത്, അടുത്തത് മൊത്തം സ്ട്രക്ചർ കോഴ്സ് വെച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്, പിന്നെ ഹെഡർ കോഴ്സ് വെച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ജോയിൻസ് അല്ലെങ്കിൽ രണ്ട് അഡ്ജസന്റ് കോഴ്സുകളിലെ വെർട്ടിക്കാലിറ്റി കളയാൻ വേണ്ടി, അതായത് ഒരേ ലൈനിൽ തന്നെ വെർട്ടിക്കൽ ജോയിന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇവിടെ ഒരു ഹെഡർ വെച്ച് കഴിയുമ്പോൾ ഒരു ക്ലോസർ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ആ വെർട്ടിക്കാലിറ്റി ഒരേ ലൈനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ലോസർ വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോസറിന്റെ കാര്യമൊക്കെ ഇപ്പൊ പറഞ്ഞത്. ക്ലോസർ എന്താന്നൊക്കെ ഉള്ളത് പറഞ്ഞത്. ഹാഫ് ആയിട്ടുള്ള ബ്രിക്ക് കട്ട് ചെയ്യുന്നതാണ് ക്ലോസർ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടേംസ് എന്ന് പറഞ്ഞാൽ, ഈ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ജോയിന്റുകളെ, രണ്ട് ബ്രിക്സിന് ഇടയ്ക്ക് വരുന്ന വെർട്ടിക്കൽ ജോയിന്റുകളെ നമ്മൾ പെർപെൻസ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ജോയിന്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ വെർട്ടിക്കൽ ജോയിന്റ്സിനെ പെർപെൻസ് എന്നാണ് പറയുന്നത്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താന്ന്? അതായത് നമ്മളിപ്പോ അവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ, ആദ്യത്തെ ഒരു കോഴ്സ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ കോഴ്സുകളിലെല്ലാം ഹെഡർ മാത്രമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത ലെയർ നോക്കുവാണെങ്കിൽ അവിടെ സ്ട്രക്ചർ മാത്രമാണ് വെച്ചിരിക്കുന്നത്, ലോങ് ഫേസ് മാത്രം വരുന്ന കോഴ്സ്. അടുത്ത ഫേസിൽ വീണ്ടും ഈ സെയിം കോഴ്സ്, അതായത് ഹെഡർ മാത്രം വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ഇതാണ്, ഈ വെർട്ടിക്കൽ ജോയിൻസ്, ഓൾട്ടർനേറ്റ് കോഴ്സുകളിലെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ, ഈ ഇവിടുത്തെ നോക്കുവാണെങ്കിൽ ഇത് വെർട്ടിക്കൽ ജോയിന്റാ. ഇതിന്റെ ഇവിടുത്തെ ജോയിന്റ് അടുത്ത ലെയർ, ഇത് ആദ്യത്തെ കോഴ്സ് ആണ്, ഇത് രണ്ടാമത്തെ കോഴ്സ് ആണ്. ആദ്യത്തെ കോഴ്സിലെ വെർട്ടിക്കൽ ജോയിന്റ് ഇവിടെയാണെങ്കിൽ അടുത്ത കോഴ്സിൽ അത് ഇവിടെയാ വന്നിരിക്കുന്നത്. പക്ഷെ അടുത്ത ലെയർ നോക്കുമ്പോൾ, ഓൾട്ടർനേറ്റ് കോഴ്സിലെ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ ലൈനിലാണ് വരുന്നത്. അപ്പൊ വെർട്ടിക്കൽ ജോയിൻസ്, ഓൾട്ടർനേറ്റ് കോഴ്സുകളിലെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും മേസൺറി ചെയ്യുന്നത്. അതിനെയാണ് നല്ല മേസൺറി നമ്മൾ പറയുന്നത്. ഇനി ഇതെല്ലാം ഒരേ ലൈനിൽ കൂടെ തന്നെ ആയിരുന്നു വന്നതെന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ കൂടി ഇത് സ്ട്രക്ചർ വീക്ക് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റ് കോഴ്സുകളിലെ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഇനി ഈ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ഹെഡർ വെച്ച് കഴിഞ്ഞ ഉടനെ ഒരു ക്ലോസർ വെക്കും. അതിനുശേഷമാണ് പിന്നെ അടുത്ത ഹെഡർ കോഴ്സ് ഒക്കെ വെച്ച് പോകുന്നത്. അപ്പം ഹെഡറിലാണ് നമ്മൾ ക്ലോസർ വെക്കുന്നത്. ഇനി ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ജോയിന്റുകളെ, ഈ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ജോയിന്റുകളെ നമ്മൾ പെർപെൻസ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ജോയിന്റുകളെ പെർപെൻസ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ജോയിന്റുകളെ പെർപെൻസ് എന്നാണ് വിളിക്കുന്നത്. വെർട്ടിക്കൽ ജോയിന്റ്സിനെ പെർപെൻസ് എന്നാണ് പറയുന്നത്. ഇനി ഈ രണ്ട് വെർട്ടിക്കൽ ജോയിന്റ്സ്, അഡ്ജസന്റ് ലെയറുകളിലെ രണ്ട് വെർട്ടിക്കൽ ജോയിന്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ ലാപ്പ് എന്നാണ് പറയുന്നത്. ക്രോസ് ജോയിന്റുകളെ അല്ലെങ്കിൽ വെർട്ടിക്കൽ ജോയിന്റുകളെ നമ്മൾ പെർപെൻസ് എന്ന് വിളിക്കും. അഡ്ജസന്റ് ലെയറുകളിലെ രണ്ട് പെർപെൻസുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ ലാപ്പ് എന്നാണ് പറയുന്നത്. ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ലാപ്പാണ്. അഡ്ജസന്റ് ലെയറുകളിലെ പെർപെൻഡികൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ, അഡ്ജസന്റ് കോഴ്സുകളിലെ പെർപെൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകളെ ലാപ്പ് എന്നാണ് പറയുന്നത്. അപ്പം നല്ല മേസൺട്രി ആണെന്നുണ്ടെങ്കിൽ ലാപ്പ് എന്ന് പറയുന്നത് ബ്രിക്ക് ലെന്തിന്റെ 1/4 എങ്കിലും വരണം എന്നാണ് പറയുന്നത്. നല്ല മേസൺട്രി ആണെങ്കിൽ ലാപ്പ് ലെന്ത് എന്ന് പറയുന്നത് ബ്രിക്കിന്റെ ലെന്തിന്റെ 1/4 എങ്കിലും ലാപ്പ് വരണം.
1/4 ബ്രിക്ക് ലെങ്ത് എങ്കിലും ലാപ്പ് ഉണ്ടെങ്കിലേ നല്ല മേസൺറി എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ എൻഡിലായിട്ട് കൊടുക്കുന്ന ബ്രിക്കുകളെ നമ്മൾ ക്യോൻ ബ്രിക്സ് എന്നാണ് പറയുന്നത്. എഡ്ജിൽ കൊടുക്കുന്ന, മൂലയിൽ കൊടുക്കുന്ന ബ്രിക്കുകളെ ക്യോൻ ബ്രിക്സ് എന്നാണ് പറയുന്നത്. ഇനി ഈ ആദ്യം കൊടുത്തിരിക്കുന്നത് ഹെഡർ കോഴ്സ് ആണ്, പിന്നെ അടുത്ത വെച്ചിരിക്കുന്നത് സ്ട്രക്ചർ മാത്രമാണ്, പിന്നെ ഹെഡർ ആണ് വീണ്ടും വെച്ചിരിക്കുന്നത്, വീണ്ടും സ്ട്രക്ചർ ആണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന മേസൺറിനെ, അതായത് ആദ്യം ഒരു ഹെഡർ പിന്നെ ഒരു സ്ട്രക്ചർ, അതായത് ഓൾട്ടർനേറ്റ് കോഴ്സുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും അറേഞ്ച് ചെയ്തിരിക്കുക. ആദ്യം ഒരു കോഴ്സ് എടുത്ത ഹെഡർ മാത്രം, അടുത്ത കോഴ്സ് എടുത്ത സ്ട്രക്ചർ മാത്രം, അടുത്ത കോഴ്സ് എടുത്ത ഹെഡർ മാത്രം, അടുത്ത ദിവസം അങ്ങനെ ഓൾട്ടർനേറ്റ് കോഴ്സുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും മാറി മാറി വെച്ചേക്കുക. അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് കോഴ്സുകളില് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും മാറി മാറി വെച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ഹെഡർ വെച്ചു, അടുത്തത് ഈ കോഴ്സിൽ തന്നെ നമ്മൾ സ്ട്രക്ചർ വെക്കുന്നു, പിന്നീട് അടുത്ത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയും. ഇംഗ്ലീഷ് ബോണ്ട് ഓക്കെ ആയോ? ഇത് വരച്ചോ നിങ്ങൾ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അപ്പം ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോഴ്സ് ഹെഡർ, പിന്നെ സ്ട്രക്ചർ, അതായത് ഓൾട്ടർനേറ്റ് കോഴ്സുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും മാറി മാറി വെച്ചേക്കുക. ഇനിയിപ്പോ ഇതിന് പകരം ഈ ഇത് നോക്കുവാണെങ്കിൽ, ഈ ഒരു കോഴ്സ് നോക്കുവാണെങ്കിൽ ആദ്യം ഒരു സ്ട്രക്ചർ വെച്ചു, പിന്നെ ഒരു ഹെഡർ വെച്ചു, പിന്നെ സ്ട്രക്ചർ, പിന്നെ ഹെഡർ, അങ്ങനെ പോയേക്കുക. സെയിം കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും മാറി മാറി വെച്ചേക്കുക. അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വെക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഹെഡർ ബോണ്ടും ഉണ്ട്, സോറി ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്, ഹെഡർ ബോണ്ടും സ്ട്രക്ചർ ബോണ്ടും ഉണ്ട് കേട്ടോ. ഹെഡർ മാത്രം, ഇപ്പൊ നമ്മൾ ഈ ഫേസിൽ മൊത്തം ഹെഡർ മാത്രം ഉള്ളെങ്കിൽ അതിന് ഹെഡർ ബോണ്ട് എന്ന് പറയും. സ്ട്രക്ചർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളെങ്കിൽ അതിന് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയും. ഇനി ഫ്ലെമിഷ് ബോണ്ടും ഇംഗ്ലീഷ് ബോണ്ടും നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷ് ബോണ്ട് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് കോഴ്സുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും മാറി മാറി വെക്കുന്നു. ഇനി സെയിം കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വെക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം സ്ട്രെങ്ത് കൂടുതൽ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ടിനാണ് സ്ട്രെങ്ത് കൂടുതൽ, പക്ഷെ ഫ്ലെമിഷ് ബോണ്ടിനാണ് കുറച്ചുകൂടി അപ്പിയറൻസ് നല്ലത്. പിന്നെ ഇത് കൂടാതെ ബോണ്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ചെരിച്ച് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെ റേക്കിംഗ് ബോണ്ട്സ് എന്നൊക്കെ പറയും. ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത്.